കർത്താവിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹീതമായി നല്ല രാത്രിക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിൽ ബഹുമാനി ദൈവദാസൻ പാസ്റ്റർ ടി എം കുശി അവറുകൾ കഴിഞ്ഞ പകലിലെയും ഈ രാത്രിയിലത്തെയും ദൈവജന ശുശ്രൂഷയ്ക്കായി ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന കർത്താവിന് വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ഷൈജു ഡാനിയൽ അവറുകൾക്കായി സ്തോത്രം. ബഹുമാന്യരായ എല്ലാ വാത്സല്യ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യം വരെ നാമത്തിലുള്ള എലുവിൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. പ്രിയ സാമുവലിനോടൊപ്പം തൻ്റെ ഫ്രണ്ടും ഈ ആരാധനയെ സംബന്ധിക്കുന്നല്ലോ പ്രത്യേക വന്ദനം, ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. യുവവാസ പ്രാർത്ഥന ഓരോ സെഷനുകളിലും ദൈവത്തിൻ്റെ ആത്മാവതാത് സമയങ്ങളിൽ കർത്തദാസന്മാരെ നമ്മുടെ മധ്യേ അയച്ച് വിലപ്പെട്ട ആലോചനകൾ കർത്താവ് നമുക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നല്ലോ. കഴിഞ്ഞ പകലും കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ആത്മാവചനത്തിൻ്റെ ആഴങ്ങൾ നമ്മുടെ മധ്യേ വെളിപ്പെടുത്തിയെന്ന് ഉറപ്പുള്ളവർ കരമുർത്തി സ്തോത്രം ചെയ്താട്ട്. വചനത്തിനകത്തൂടെ അയച്ച എല്ലാ വിടുതലുകൾക്കായും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി കഴിഞ്ഞ പകൽ ശുശ്രൂഷ അതേ കർത്തദാസൻ തന്നെയാണ് ഈ രാത്രി നമ്മുടെ മധ്യ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷൈജു ഡാനിയൽ അവർക്കായി സ്തോത്രം ചെയ്യുന്നു. സഹോദര തുല്യം സ്നേഹിപ്പാനും അങ്ങോട്ടും ഇങ്ങോട്ടും കരുതുവാനും ഒക്കെ ദൈവം ഒരുക്കുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. കർത്താവിൻ്റെ ദാസനെ ഞാൻ പരിചയപ്പെട്ടത് ചില നാളുകൾക്ക് മുൻപ്, ഏകദേശം ഒരു 10-12 മാസങ്ങൾക്ക് മുൻപ് അബുദാബി UAE ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കടന്നു പോകാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. അന്ന് അവിടെ വെച്ചാണ് കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെട്ടത്. പിന്നെയാണ് എനിക്ക് കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുവാനും പ്രിയ കർത്താവിൻ്റെ ദാസൻ അടൂരുള്ള നമ്മുടെ മധ്യ അനേക തവണ വന്ന് ശുശ്രൂഷിച്ചിട്ടുള്ള ബെന്നി സാമുൽ പാസ്റ്ററിൻ്റെ സ്വതന്ത്ര സിസ്റ്ററിൻ്റെ മകനാണെന്നൊക്കെ പരിചയപ്പെടുവാൻ കർത്താവ് കൃപ നൽകി. അവിടെയുള്ള നമ്മുടെ PMG സഭ മുസഭയിലുള്ള ബാബു സത്യാർത്ഥി പാസ്റ്ററിനോട് ചേർന്ന് അവിടെയുള്ള ഒരു സഭയുടെ അവിടെയുള്ള ശുശ്രൂഷന്മാരോട് ചേർന്ന് ശുശ്രൂഷയിലായിരിക്കുന്നു. കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും തലമുറകളെയും ആ പട്ടണത്തിൽ കർത്താവ് ഉപയോഗിക്കട്ടെ. തുടർന്ന് വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തുടർന്നുള്ള ദൈവജന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷൈജു ഡാനിയൽ അവറുകളെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനാപൂർവ്വം ദൈവവചനം ശ്രവിക്കാമല്ലോ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിലും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ചേർന്ന് വരുവാൻ സർവശക്തനായ ദൈവം നമുക്കൊരുക്കി തന്ന അനുഗ്രഹീത അവസരത്തെ ഓർത്ത ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ആമേൻ. പ്രഭാതത്തിൽ നിങ്ങളോട് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനും ശുശ്രൂഷിക്കുവാനും ദൈവം അവസരം നൽകി. ഇവിടെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പ്രിയ TM കോശി പാസ്റ്റർ അവറുകൾ, എൻ്റെ സ്നേഹിതനായിരിക്കുന്ന പ്രിയ ജോബിൻ പാസ്റ്റർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ. വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഈ പകലിലായിരിക്കാം. നമ്മെ സഹായിക്കുവാനും നമ്മെ അനുഗ്രഹിക്കുവാനും വചനത്താൽ നമ്മെ ബലപ്പെടുത്തുവാനും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ രാത്രിയിലും കർത്താവിൻ്റെ ആത്മാവ് എന്നോട് സംസാരിക്കുമെന്ന് പ്രതീക്ഷയും പ്രത്യാശയുമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിന് ഒരിക്കൽ കൂടെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ആമേൻ. ഈ രാത്രിയിലെ ധ്യാനത്തിനായിട്ട് ഒരു തിരുവചന ഭാഗം നമുക്ക് വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, ധന്യനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം നമുക്ക് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുകയത്രേ വേണ്ടത്. ധന്യനായ പൗലോസ് അപ്പോസ്തലനാൽ വിരചിതമായ 4 കാരാഗ്രഹ ലേഖനങ്ങളിൽ ഏറ്റവും അനുഗ്രഹീതമായ ഒരു ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം എന്ന് പറയുന്നത്. ഏത് അന്തരീക്ഷത്തിൽ കിടന്നുകൊണ്ടാണ് ഈ ഭക്തൻ ഫിലിപ്പിയ സഭയോട്, ഫിലിപ്പിയയിലെ ദൈവമക്കളോട് വിചാരപ്പെടരുതെന്ന് പറയുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചോ? ആമേൻ. എല്ലാം അനുകൂലമായിരിക്കുന്ന, യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളുമില്ലാത്ത, പ്രതിസന്ധികളൊന്നുമില്ലാത്ത, വേദനകളും ദുഃഖങ്ങളും ഒന്നുമില്ലാത്ത ഒരനുകൂല സാഹചര്യത്തിൽ കിടന്നല്ല വിചാരപ്പെടരുത് എന്ന് പറയുന്നത്. പകരം തടവറ മുറിയുടെ തണുത്ത മുറിക്കകത്ത് ബന്ധനസ്ഥനായി കിടക്കുന്ന, വിചാരങ്ങൾ
ആമേൻ, തിരമാലകൾ പോലെ തന്റെ തലയ്ക്കകത്തേക്ക് കയറി വരുന്ന, സന്തോഷിപ്പാൻ യാതൊരു വിധത്തിലും ഒരു സാധ്യതകളും നിലവിലില്ലാത്ത ഒരു പ്രത്യേകമായ ആമേൻ ബന്ധനാവസ്ഥയിൽ കിടന്നുകൊണ്ട് ഫിലിപ്പിയ സഭയിലെ ദൈവമക്കളോട് പറയുന്നു, നിങ്ങൾ എപ്പോഴും സന്തോഷിക്കണം. സ്തോത്രം. ഇത് ആർക്കാ പറയാൻ കഴിയുന്നത് പ്രിയരെ? ആമേൻ. നമ്മുടെ ജീവിതത്തിലെ ആത്മീയത എന്ന് പറയുന്നത് പലപ്പോഴും സാഹചര്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ടതാണ്. ആമേൻ. നാം അനുകൂലമായ സാഹചര്യത്തിലാണെങ്കിൽ നാം സന്തോഷിക്കണമെന്ന് പറയും. ഒരു കുഴപ്പവുമില്ലാത്ത ഇടത്ത് കിടന്നുകൊണ്ട് നാം മറ്റുള്ളവരോട് പറയും വിചാരപ്പെടരുതെന്ന്. പക്ഷേ ആമേൻ, എല്ലാം പ്രതികൂലമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ആമേൻ, സ്തോത്രം, എനിക്കും നിങ്ങൾക്കും ആത്മാവിൽ പ്രഖ്യാപിക്കാൻ കഴിയുമോ? എപ്പോഴും ക്രിസ്തുവിൽ സന്തോഷിക്കണമെന്ന്, വിചാരപ്പെടരുതെന്ന് പറയാൻ കഴിയുമോ? സ്തോത്രം. പ്രിയരെ, നമ്മുടെ ഭക്തിയും നമ്മുടെ ആത്മീയതയും സാഹചര്യങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നതാകരുത്. ആമേൻ. മരണം കയ്യിൽ തിരികെ പിടിച്ചുകൊണ്ട് ആമേൻ അതുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോകുന്ന ദാവീദ് എന്ന് പറയുന്ന ഭക്തൻ ഓടുന്ന ഓട്ടത്തിൽ, ദൈവമേ, എന്റെ തലയിലേക്ക് എന്തിനാ ഈ അഭിഷേക തൈലം ഒഴിച്ചത്? എന്നെ എന്തിനാ തിരഞ്ഞെടുത്തത്? എന്നെ എന്തിനാ വിളിച്ചത് എന്ന് പറഞ്ഞ് പിറുപിറുത്തുകൊണ്ടല്ല ഓടിയത്. മരണം തൊട്ടു മുൻപിൽ നിൽക്കുമ്പോഴും ഈ ഭക്തൻ പാടിയത് എന്താണെന്നറിയാമോ? ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും, ആ പദം അടിവരയിടണം, എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. ഹല്ലേലൂയ. ഭക്തി, സ്തോത്രം, സാഹചര്യങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നതാകരുത്. ഈ രാത്രിയിലും ഒത്തിരി വേദനകൾക്കകത്തും ഒരുപാട് പ്രതിസന്ധികൾക്കകത്തും വല്ലാത്ത രോഗങ്ങളുടെ കനത്ത ഭീകരമായ അന്തരീക്ഷം നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നതെങ്കിലും ഈ രാത്രി പ്രിയരെ, നമ്മുടെ ആത്മീയതയ്ക്ക് തണുപ്പ് ബാധിക്കരുത്, നമ്മുടെ ഭക്തിക്ക് ഇടിവ് ബാധിക്കരുത്. തടവറ മുറിക്കകത്ത് കിടന്നുകൊണ്ട് പൗലോസ് പറയുന്നു, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഈ പൗലോസ് ആമേൻ യെരൂശലേമിൽ നിന്ന് റോമയിലേക്ക് ആമേൻ ഒരു തടവ് പുള്ളിയെ പോലെ വരികയാണ്. നമുക്കറിയാം, ഈ പൗലോസിന്റെ ഈ കാരാഗ്രഹ ലേഖനം എഴുതുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൗലോസിന്റെ യാത്രകൾ മനസ്സിലാക്കിയാൽ, പൗലോസ് ബന്ധനസ്ഥനായി ഒരു തടവ് പുള്ളിയെ കൊണ്ടുവരുന്നത് പോലെയാണ് കപ്പലിനകത്ത് പൗലോസിനെ കൊണ്ടുവരുന്നത്. പൗലോസിനോട് ചോദിക്കണം, പൗലോസേ, അങ്ങ് ഈ ബന്ധനസ്ഥനായി എവിടേക്കാണ് യാത്ര പോകുന്നത്? പൗലോസ് പറയും, എന്നെ കേൾപ്പിച്ച ഒരു പ്രവചന ശബ്ദത്തിന്റെ നിവർത്തിയിലേക്ക്. പൗലോസിനോട് ചോദിക്കണം, കൈകളും കാലുകളും ഒക്കെ ബന്ധിക്കപ്പെട്ടവനായി ഒരു തടവ് പുള്ളിയെ കൊണ്ടുപോകുന്നത് പോലെ അങ്ങേ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? പൗലോസ് പറയും, എന്നോട് കേൾപ്പിച്ച ഒരു ദൂതിന്റെ നിവർത്തീകരണത്തിലേക്ക്. ഏത് ദൂത്? സ്തോത്രം. യെരൂശലേമിൽ അന്റോണിയ കോട്ടയുടെ തടവറ മുറിക്കകത്ത് ബന്ധനസ്ഥനായി പൗലോസ് കിടക്കുമ്പോ ദൈവത്തിന്റെ ദൂതൻ പൗലോസിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പൗലോസേ, ഈ കാരാഗ്രഹം കൊണ്ട് നീ ഒടുങ്ങിത്തീരില്ല. ഇതിനപ്പുറം യെരൂശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ എവിടെയും എന്നെ സാക്ഷീകരിക്കും, റോമയിലും എന്നെ സാക്ഷീകരിക്കേണ്ടതാകുന്നു. അപ്പൊ എങ്ങോട്ടാ പോകുന്നത്? റോമയിലോട്ട്. റോമയിലോട്ട് പോകുന്നതിനേക്കാൾ ഒന്നുകൂടെ കടന്നു പറ, എങ്ങോട്ടാ പോകുന്നത്? കൈസരുടെ അടുക്കലേക്കാണ്. ശരിയാണ്. പക്ഷേ അതിനെ ഒരു ആത്മീക ആമേൻ ഭാഷയിലൊന്ന് പറ, എവിടേക്കാ? കേൾപ്പിച്ച ദൂതിന്റെ നിവർത്തീകരണത്തിലേക്ക് പോകുക. നമ്മൾ ചിന്തിക്കുന്ന ഈ ദൂത് കേട്ടാൽ പിന്നെ യാത്ര വളരെ സുഖമാണെന്ന, പ്രവചനം കേട്ടാൽ പിന്നെ യാത്ര വളരെ സുഖമാണെന്ന. പക്ഷെ പൗലോസിനോട് ചോദിക്കണം, നീ ഇത് പ്രാപിക്കാൻ എങ്ങനെയാ പോകുന്നത്? പൗലോസ് പറയും, ഞാൻ ബന്ധിക്കപ്പെട്ടവനായിട്ടാണ് ആമേൻ ഈ ദൂതിന്റെ നിവർത്തീകരണത്തിലേക്ക് പോകുന്നത്. ഈ രാത്രി പ്രിയരെ, ഒരു കാര്യം തിരിച്ചറിയണം, ദൈവാത്മാവ് അരുളി ചെയ്ത ദൂതുകളിലേക്കുള്ള പ്രവചന നിവർത്തികളിലേക്കുള്ള യാത്രകൾ അത്ര ആമേൻ ഈസി അല്ലെന്ന് ഈ രാത്രി തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ദൂത് കേൾപ്പാൻ എളുപ്പമാണ്, പക്ഷേ അവിടേക്കുള്ള സഞ്ചാരങ്ങൾക്ക് ഞാനും നിങ്ങളും വില കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. അപ്പൊ പൗലോസ് കപ്പലിനകത്ത് കയറി കഴിഞ്ഞപ്പോ മുതൽ പോരാട്ടം.
വല്ലാത്ത പ്രതികൂലം. 14 ദിനരാത്രങ്ങൾ സൂര്യനെ കാണുന്നില്ല, ചന്ദ്രനെ കാണുന്നില്ല, ചരക്കെല്ലാം വലിച്ചെറിഞ്ഞു കളഞ്ഞു. ഹല്ലേലൂയ. ഒടുവിൽ കപ്പൽ കോപ്പും വലിച്ചെറിഞ്ഞു കളഞ്ഞു. എന്താ അതിന്റെ അർത്ഥം? കപ്പൽ കോപ്പ് എറിഞ്ഞു കളയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനി മരണത്തെ സ്വീകരിക്കാൻ പോവുക. കപ്പല് നിയന്ത്രിക്കുന്ന സാമഗ്രികൾ എറിഞ്ഞു കളഞ്ഞെന്ന് പറഞ്ഞാൽ ഇനി മരണം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആമേൻ, അതിനിടയ്ക്ക് ദൈവത്തിന്റെ ദൂതൻ 14-ാം ദിവസം രാത്രിയിൽ കപ്പലിനകത്തിറങ്ങി വന്നിട്ട് ആമേൻ പൗലോസിനോട് ഒരു ദൂത് പറഞ്ഞു. എന്താ ദൂത്? ഭയപ്പെടേണ്ട. സ്തോത്രം. എന്നിട്ട് പുതിയ ദൂതല്ല കൊടുത്തത്. എന്താ? ഈ പഴയ ദൂത് തന്നെ ആമേൻ ഒന്നുകൂടെ ആവർത്തിക്കാനുള്ള കാര്യം എന്താന്ന് ചോദിച്ചാലേ, പഴയ ദൂത് നിവർത്തീകരിക്കപ്പെടാനുള്ള ഒരു സാഹചര്യങ്ങളും നിലവിലില്ല. പഴയ ദൂത് ആമേൻ പ്രാബല്യത്തിൽ വരാനുള്ള, നടപ്പിലാകാനുള്ള ഒരു സാധ്യതകളും നിലവിലില്ല. അതുകൊണ്ട് പൗലോസ് പോലും ചിന്തിച്ചു കാണും, ആമേൻ ദൂതൊക്കെ പറഞ്ഞെങ്കിലും അവിടെ എത്തപ്പെടാനുള്ള ഒരു സാഹചര്യങ്ങളും നിലവിലില്ലാത്തത് കൊണ്ട് ദൂതൻ വന്നിട്ട് പഴയത് മറന്നേക്ക്, പുതിയത് ഞാനൊന്ന് തരാമെന്നല്ല പറഞ്ഞത്. ആടിയുലയുന്ന കപ്പലിനകത്ത് പൗലോസിന്റെ അടുക്കൽ ദൂതൻ വന്നിട്ട് പുതിയ ദൂതല്ല കൊടുത്തത്, പഴയത് കൊടുത്തിട്ട് പറഞ്ഞു, ആമേൻ എന്റെ ദൂത് കാറ്റിനകത്തുടഞ്ഞു പോകുന്നതല്ല, എന്റെ ദൂത് കടലിലെ തിരമാലകൾക്കകത്ത് ഒടുങ്ങിപ്പോകുന്നതല്ല. പഴയ അതേ ദൂത് പൗലോസിന് കൊടുത്തു. സ്തോത്രം. ആമേൻ. ഈ സൂര്യനെയും ചന്ദ്രനെയും കാണാൻ കഴിയാത്ത 14 ദിനം കൊണ്ടൊന്നും നമ്മുടെ ജീവിതം തീരത്തില്ല. 15-ാം ദിവസം അവിടെ എഴുതിയിരിക്കുന്നത്, 15-ാം ദിവസം രാവിലെ വെളുപ്പിനെ ഞങ്ങൾ ഒരു കരക്കടുക്കുന്നത് പോലെ തോന്നിയെന്ന്. എന്താ അതിന്റെ അർത്ഥമെന്നറിയാമോ പ്രിയരെ? സൂര്യനെ കാണാത്ത 14 രാത്രികൾ 14 പകലുകൾ കണ്ടേക്കാം, ചന്ദ്രനെ കാണാൻ കഴിയാത്ത ദിനരാത്രങ്ങൾ കണ്ടേക്കാം. പക്ഷേ 14 രാത്രികൾ കൊണ്ട് 14 പകലുകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതം തീരുന്നില്ല. കരക്കടുക്കുന്ന ഒരു 15-ാം ദിവസമുണ്ട്. കപ്പല് കരക്കടുക്കുന്ന ഒരു 15-ാം ദിവസമുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആമേൻ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തു. ആമേൻ ചിലത് കരക്കടുക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ചിലതിനെ പരിശുദ്ധാത്മാവ് കരക്കടുപ്പിക്കാൻ പോകുകയാണ്. അലഞ്ഞത് മതി, കണ്ണുനീര് കുടിച്ചത് മതി, വേദനിച്ചത് മതി, ദുഃഖിച്ചത് മതി. ആമേൻ ചിലതിനെ പരിശുദ്ധാത്മാവ് കരക്കടുപ്പിക്കാൻ പോകുന്നു. എത്ര പേര് ആമേൻ വിശ്വസിക്കുന്നു? നോക്കണേ. ആമേൻ. ഇനി അടുത്ത പ്രതിസന്ധി. കപ്പലിനകത്തെ പോരാട്ടം കഴിഞ്ഞപ്പോ പിശാച് കപ്പലിനെ ഉടച്ചു. ആമേൻ. താമേൻ കപ്പൽ ഉടച്ച് ആ ഒരു മണൽത്തിട്ടയിൽ വന്ന് കപ്പൽ ഇടിച്ച് മുഴുവൻ തവിടുപൊടിയായി. അതിനകത്തും ഒഴുകി നടക്കുന്ന ഒരു പലക കഷണത്തിൽ പിടിച്ച് പൗലോസ് രക്ഷപ്പെട്ടു. എന്താ കാര്യം എന്നറിയാമോ? ദൂതുണ്ടെങ്കിൽ നീ കേറുന്ന കപ്പൽ പോലും ഉടയും. പക്ഷേ ചിതറപ്പെട്ട ഒരു പലകയ്ക്കകത്ത് നിന്നെ പിടിപ്പിച്ച് ദൂതിലെത്തിക്കാൻ, വാഗ്ദത്തങ്ങളിലെത്തിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഈ പകലിൽ അവൻ ഈ രാത്രി പ്രിയരെ നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. കപ്പലുടയും, തിരമാലകൾ തള്ളിക്കയറും, കാറ്റുവല്ലാതെ അടിക്കും. പക്ഷേ ദൂത് പറഞ്ഞവൻ ആകാശം മാറും, ഭൂമി മാറിപ്പോകും. എന്റെ വചനങ്ങൾക്കോ ഒരു മാറ്റവും ഉണ്ടാകയില്ല. ഈ പകല് ഈ രാത്രി ഞാൻ പറയാം പ്രിയരെ, നിങ്ങളെ വാഗ്ദത്തത്തിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞ കപ്പലൊക്കെ പിശാച് ഉടച്ചെന്ന് വരും. ഹല്ലേലൂയ. എല്ലാം തകർത്ത് തരിപ്പണമാക്കിയെന്ന് വരും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിനക്കൊഴുകി നടക്കാൻ, നിനക്ക് പിടിച്ചു കയറാൻ ഒരു പലക കഷണമെങ്കിലും ദൈവം അവശേഷിപ്പിക്കും. സ്തോത്രം. ഈ പോരാട്ടം കഴിഞ്ഞു. അടുത്തൊരു മെലീറ്റയിലോട്ട് കയറി. അവിടെ എന്താ പ്രശ്നം? ആമേൻ. കടലിൽ നിന്ന് കയറി വന്നവന്റെ നേരെ കൈമേൽ ഒരണലി കടിച്ചില്ല, കയറി തൂങ്ങിയതേ ഉള്ളൂ. കടിച്ചെന്നൊക്കെയാ നമ്മൾ പറയുന്നത്, കടിച്ചൊന്നുമില്ല. അഭിഷക്തനെ വിഷമിറക്കി കൊല്ലാനൊന്നും ഒരണലിക്കും പറ്റില്ല. കയറി ചുറ്റിയൊക്കെ പേടിപ്പിക്കുമെങ്കിലും വിഷമിറങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല. നോക്കണേ, ഈ ആമേൻ വിഷജന്തു പൗലോസിന്റെ കൈമേൽ കയറി. ഇവൻ ഇതിനെ ഒരു തീക്കകത്തേക്ക്
കുടഞ്ഞു കളഞ്ഞു. സംഭവം എന്നൊക്കെ നമുക്കറിയാം. അവൻ എന്തിനാ പിശാച് ഇങ്ങനെ പൗലോസിന്റെ പിന്നാലെ സഞ്ചരിക്കുന്നത്? എന്തിനാ പിശാച് ഇങ്ങനെ വല്ലാതെ പൗലോസിന്റെ ജീവിതത്തിൽ ഇങ്ങനെ പോരാട്ടം നടത്തി അവന്റെ പിന്നാലെ യാത്ര ചെയ്യുന്നത്? ഞാൻ പറയാം പ്രിയരെ, ഏതെങ്കിലും ഒരാൾ ദൈവരാജ്യത്തിനകത്ത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ, അവൻ ഇരുളിന്റെ മേഖലകൾക്ക് നീ ഒരു വെല്ലുവിളിയാണെങ്കിൽ, നിന്റെ പിന്നാലെ പിന്തുടരുന്ന ഇരുളിന്റെ അധികാരങ്ങളുണ്ട്. നമ്മൾ ഈ സഭായോഗത്തിന് വന്ന് വാതുറന്നൊരു സ്തോത്രം പറയാതെയും ആരാധിക്കാതെയും ഒക്കെ ഇരുന്നിട്ട് ഒരു പ്രയോജനവും പിശാചിനുമില്ല, ദൈവത്തിനുമില്ല. എന്നിട്ടും നമ്മൾ പറയുന്നത് എന്താ? എനിക്ക് ഭയങ്കര പോരാട്ടമാണ്. ചുമ്മാതെ പറയുന്നത്. നിന്നോട് പോരാട്ടി പിശാചിന് എന്താ എടുക്കാനാ? ആരോടാ പിശാച് പോരാടുന്നത്? അവൻ ഏതെങ്കിലും ഒരളവിൽ ദൈവരാജ്യത്തിനകത്ത് പ്രയോജനപ്പെടുന്ന ഒരുവന്റെ ജീവിതത്തെ തകർത്ത് കളയാൻ അവൻ പൈശാചിക മേഖലകൾ വെല്ലുവിളിക്കുന്നുണ്ടെന്ന് ഈ രാത്രി തിരിച്ചറിയണം. എന്തിനാണ് ആമേൻ ഈ പൗലോസിന്റെ പിന്നാലെ ആമേൻ കപ്പലിൽ തകർത്ത് കളയുന്നു, അണലി കയറ്റി കൊന്നുകളയാൻ നോക്കുന്നു? എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? സ്തോത്രം. പിശാചിന് രണ്ട് പദ്ധതികളാണ്. ഒന്ന്, ആമേൻ ദൈവം പൗലോസിനോട് ഒരു ദൂത് കൊടുത്തു. എവിടെ നീ എത്തും? നാം വായിച്ചു, റോമയിൽ കൈസറുടെ മുൻപാകെ എത്തും. അപ്പൊ പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത് എവിടെ പൗലോസിനെ എത്തിക്കരുത്? റോമയിൽ എത്തിക്കരുത്. അങ്ങനെ റോമയിൽ എത്തിക്കാതെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27 അവസാനം പൗലോസ് അണലി കടിച്ചു മരിച്ചു എന്ന് ലൂക്കോസിനെ കൊണ്ട് എഴുതിപ്പിക്കണം. ആമേൻ. എന്തിനാ അങ്ങനെ എഴുതിപ്പിച്ചാൽ അടുത്ത ജനറേഷൻ ഈ ആമേൻ പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോ അവരുടെ ഹൃദയത്തിനകത്തേക്ക് ഒരു സംശയം കയറും. എന്താണ്? ദൈവം ദൂത് പറഞ്ഞാൽ നടക്കാനും നടക്കാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട്. അപ്പൊ പൗലോസിനെ കൊന്നുകളഞ്ഞാൽ ദൈവത്തിന്റെ ദൂതിനെ തകർക്കാം. അടുത്ത ജനറേഷനിലേക്ക് സാത്താൻ കൈമാറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ദൂതെന്ന് പറയുന്നത് ദൈവം പറഞ്ഞാൽ നടക്കാനും നടക്കാതിരിക്കാനുമുള്ള സാധ്യതകളുണ്ട്. രണ്ട്, എന്തിന് പൗലോസിന്റെ പിന്നാലെ പൈശാചിക മേഖലകൾ ഇങ്ങനെ സഞ്ചരിക്കുന്നു? കാരണം കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെട്ടു വരാനുള്ള 4 ലേഖനങ്ങളും അത് കഴിഞ്ഞുള്ള 3 ലേഖനങ്ങളും അടക്കം 7 ലേഖനങ്ങൾ ഈ സംഭവത്തിന് അനന്തരമായി പൗലോസിൽ നിന്ന് പിറവിയെടുത്തതാണ്. ഈ ലേഖനങ്ങളെല്ലാം പഠിച്ചാൽ പിശാചിന്റെ തല തകർക്കപ്പെടുന്നതും സഭയുടെ അധികാരവുമാണ് പൗലോസ് എഴുതി വച്ചത്. എഫേസ്യ ലേഖനത്തിൽ സഭയുടെ അധികാരം, കൊലോസ്യ ലേഖനത്തിൽ സഭയുടെ തലയായ ക്രിസ്തു. ആമേൻ. ഇങ്ങനെ എഴുതി. ഹല്ലേലൂയ. അടുത്ത ഒരു തലമുറയ്ക്ക് പൗലോസ് കൈമാറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൂതിനെ കുറിച്ച് അറിവ് കിട്ടിയ ഇരുളിന്റെ സംഘം എന്ത് ചെയ്തു? പൗലോസിനെ കടലിൽ വച്ചും മെലീത്തയിൽ വച്ചും കൊന്നുകളയാൻ ശ്രമങ്ങൾ നടത്തി. ഞാൻ പറയാം പ്രിയരെ, നമ്മിൽ നിന്ന് എന്തെങ്കിലും ഇരുളിന്റെ മേഖലകൾക്ക് വെല്ലുവിളിയായി പുറപ്പെട്ടു വരുമെങ്കിൽ അതിനെ തടുത്തു കളയാൻ, അതിനെ തകർത്ത് കളയാൻ നമ്മുടെ പിന്നാലെ സഞ്ചരിക്കുന്ന പൈശാചിക ആധിപത്യങ്ങളുണ്ട്. നിന്റെ തലമുറ ദൈവനാമത്തിന് പ്രയോജനപ്പെടുമെന്ന് അവൻ അറിഞ്ഞാൽ അവനെ ഒടുക്കിക്കളയാൻ ഇരുളിന്റെ വ്യാപാരങ്ങൾ പിന്നാലെ കൂടും. നിന്റെ കുടുംബം ദൈവത്തിന് പ്രയോജനപ്പെടുന്നു എന്നറിഞ്ഞാൽ അതിനെ ശിഥിലമാക്കി കളയാൻ പോരാടുന്ന ദുഷ്ടവ്യാപാരങ്ങളുണ്ട്. ഒരു സഭ ഇരുളിന്റെ അധികാരങ്ങളെ അവൻ കീഴ്പ്പെടുത്തുന്നു എന്നറിഞ്ഞാൽ അതിനെ ഒടുക്കിക്കളയാൻ പോരാട്ടം നടത്തുന്ന പൈശാചികമായ വ്യാപാരങ്ങളുണ്ട്. സ്തോത്രം. അപ്പൊ പൗലോസ് ഇതിനെയെല്ലാം ജയിച്ച് എവിടെ വന്നു? റോമിലെത്തി. അവിടെ നിന്ന് എഴുതുന്ന അനുഗ്രഹീതമായ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം എന്ന് പറയുന്നത്. ഈ ഫിലിപ്പിയ ലേഖനം എഴുതാൻ ഇവിടെ ഒരു സഭ സ്ഥാപിക്കേണ്ടതുണ്ട്. അതിനോടനുബന്ധിച്ച് എത്രയെത്ര പോരാട്ടങ്ങളായിരുന്നു. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16 അധ്യായം അതിന്റെ 6 വാക്യത്തിൽ പൗലോസ് ആമേൻ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ ഒരുങ്ങിയിരിക്കുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നിട്ട് വിലക്കി ആസിയിൽ വചനം പ്രസംഗിക്കാൻ. ആര് വിലക്കിയെന്ന? പിശാച് വിലക്കിയെന്നല്ല, പരിശുദ്ധാത്മാവ് വിലക്കി. അങ്ങനെയെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് വിലക്കുന്ന ആത്മാവാണോ? നമ്മളെല്ലാം കേട്ടിട്ടുള്ള നിന്നെ ആത്മാവ് കെട്ടഴിച്ചു വിടാൻ പോകുന്നു, നിന്നെ ആത്മാവ് സ്വതന്ത്രമാക്കാൻ പോകുന്നു, പുറപ്പെടുവിക്കാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ്. എവിടെയെങ്കിലും ബന്ധിക്കുന്ന ആത്മാവിനെ കുറിച്ച്
തടയുന്ന ആത്മാവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? പൗലോസ് ആമേൻ നാടകം കളിക്കാനും ആമേൻ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കല്ല ആസിയെ പോകുന്നത്, വചനം പ്രസംഗിക്കാനാ. പക്ഷെ അതിനെ പോലും പരിശുദ്ധാത്മാവ് വിലക്കി. എന്തിനാ വിലക്കിയത്? ബിദുന്നയ്ക്ക് പോകാൻ നേരം യേശുവിന്റെ ആത്മാവ് സമ്മതിപ്പിച്ചില്ല. എന്തിനാ ഇത്? ആമേൻ. എന്നിട്ട് പൗലോസിനോട് പറഞ്ഞു, പൗലോസേ നീ അവിടെ നിൽക്ക്, ഞാൻ എന്തിനാ ഇത് വഴിയടച്ചതെന്നറിയാമോ? എനിക്ക് മഹത്തായ മറ്റൊരു പദ്ധതി വെളിപ്പെടുത്താനുണ്ട്. ഞാൻ പറയാം പ്രിയരെ, ഈ ദൈവം തുറക്കുന്ന വാതിലുകൾക്കകത്തെ ദൈവ പദ്ധതി അറിയുന്നതിനേക്കാൾ പ്രയാസമാണ് ദൈവം അടച്ച വാതിലുകൾക്ക് പിന്നിലെ ദൈവ പദ്ധതി അറിയുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ദൈവം തുറന്ന വാതിലിനകത്തെ പദ്ധതി അറിയാൻ പത്രോസിനും പറ്റും, യോഹന്നാനും ഒക്കെ പറ്റും. പക്ഷേ ദൈവം അടച്ച വാതിലിനകത്തെ പദ്ധതി അറിയണമെങ്കിൽ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെടണം. ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും ഈ വാതിലൊക്കെ അടഞ്ഞു പോയാൽ വല്ലാത്ത നിരാശയാണ്. എന്നാൽ ചില അവസരങ്ങളിൽ ദൈവം നമുക്ക് മുമ്പിൽ ചില വാതിലുകൾ അടയ്ക്കും. എന്തിനാ അടയ്ക്കുന്നറിയാമോ? ഇന്ന് അറിയത്തില്ല, ഇത് കഴിഞ്ഞാൽ സഫലവും വിശാലവുമായ മറ്റൊരു വാതിൽ എനിക്ക് ഫിലിപ്പിയ മണ്ണിൽ തുറക്കും. ആസ്യയിൽ ദൈവം വാതിലടച്ചാൽ വിശാലമായ മറ്റൊരു വാതിൽ എവിടെ തുറക്കും? ഫിലിപ്പിയയിൽ തുറക്കുമെന്ന് വിശ്വസിക്കുന്നോ നിങ്ങൾ? ഹല്ലേലൂയ. പ്രതീക്ഷ വെച്ച ചിലതൊക്കെ അടഞ്ഞു പോയാൽ ഭാരപ്പെടരുത്. കർത്താവ് അടച്ചതാണെങ്കിൽ മൗനം പാലിച്ച് അടങ്ങിയിരിക്കണം. ഇതിനപ്പുറത്ത് വിശാലമായൊരൊന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി തുറന്നു തരാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. ഇവിടെ പറഞ്ഞു, മക്കദോന്യക്കാരനായ ഒരുത്തൻ വന്ന് നിന്നെ വിളിക്കും, അതിനു വേണ്ടിയിട്ടായി പദ്ധതികൾ. ഇങ്ങനെ കാര്യങ്ങൾ കഴിഞ്ഞു. ഒടുവിൽ പൗലോസ് ഫിലിപ്പിയിലെത്തിയപ്പോ പിന്നെയും പോരാട്ടം. എന്താ പോരാട്ടം? വെളിച്ചപ്പാടത്തിക്കാരിയായ ഒരു സ്ത്രീയെ പിശാച് ഇളക്കിവിട്ട് ഇവരെ പൗലോസിനെ ആമേൻ പിടിച്ച് എവിടെ ഇട്ടു? കാരാഗ്രഹത്തിനകത്തിട്ടു. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴാണ് എന്തിനാണ് ആസിയിലെ വാതിലടച്ചതെന്നും എന്തിനാണ് ബിദുന്യയിലേക്കുള്ള യാത്രയെ മുടക്കിയതെന്നും ദൈവം തെളിയിച്ചത്. മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ വന്നിട്ട് രാത്രിയിൽ കാരാഗ്രഹത്തിനകത്ത് പൗലോസിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നു, രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ആ കുടുംബത്തെ സ്നാനപ്പെടുത്തി മുന്നോട്ട് ഇറങ്ങി. എന്നിട്ട് അടുത്തത് എന്താ സംഭവം എന്നറിയാമോ? പൗലോസ് ഫിലിപ്പിയ മണ്ണിൽ ഒരു ഓപ്പണിംഗ് തുറന്നു കിട്ടുകയാണ്. ഫിലിപ്പിയ മണ്ണിൽ ഒരു ഓപ്പണിംഗ് തുറന്നു കിട്ടി. എന്താ സംഭവം? ഈ പൗലോസിന്റെ ഒക്കെ ശുശ്രൂഷ രീതി നമ്മൾ പരിശോധിച്ചാൽ, പൗലോസൊക്കെ ഒരു ദേശത്ത് ചെല്ലുമ്പോൾ ആദ്യം അന്വേഷിക്കുന്നത് അവിടെ ഒരു സിനഗോഗ് ഉണ്ടോന്നാണ്. എന്താ കാര്യം? ഒരു സിനഗോഗ് ഉണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അവിടെ ഒരു 10 യഹൂദന്മാരുണ്ടായിരിക്കും. ഫിലിപ്പിയ മണ്ണിൽ ചെന്ന് സിനഗോഗ് അന്വേഷിച്ചു. അവിടെ ഒരു സിനഗോഗും കണ്ടില്ല. പൗലോസിന് മനസ്സിലായി, ഇവിടെ 10-ൽ താഴെ മാത്രമേ യഹൂദന്മാർ കാണാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഗാഞ്ചറ്റിസ് നദിയുടെ തീരത്ത് 1-2 യഹൂദന്മാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ശബത്ത് ദിവസം ശരീരശുദ്ധിക്കായി അടുത്തുള്ള പുഴയുടെ ആമൻ അരിക്കൽ വരുമെന്ന് അറിവുള്ള യഹൂദനായ പൗലോസ് ഗാഞ്ചറ്റിസ് നദിയുടെ തീരത്തേക്ക് ചെല്ലുന്നു. അവിടെ വച്ച് ലുദിയ എന്ന് പറയുന്ന സ്ത്രീയെ കാണുന്നു. അവളുടെ ഹൃദയത്തെ ദൈവം തുറക്കുന്നു. അവളും കുടുംബവും സ്നാനപ്പെടുന്നു. ഫിലിപ്പിയ മണ്ണിൽ ഒരു സഭ രൂപീകരിക്കപ്പെടുന്നു. സഭ രൂപീകരിച്ച് ഏതാണ്ട് ചില ആണ്ടുകൾ കഴിഞ്ഞപ്പോൾ കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന പൗലോസിന് അവിടെ നിന്നൊരു അറിവ് കിട്ടി. ഈ സഭയ്ക്കകത്ത് അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി. ആമേൻ. മറ്റൊന്നുമല്ല, റോമൻ പൗരത്വം അനുവദിച്ചു കിട്ടിയ ഒത്തിരി ഫിലിപ്പിയായിലെ ദൈവമക്കൾ, സ്തോത്രം, ഈ റോമൻ പൗരത്വത്തിനകത്ത് അഹങ്കരിക്കാൻ തുടങ്ങി. ഇതിന്റെ മറവിൽ ഇവർ ദൈവത്തെ മറക്കാൻ തുടങ്ങി. പണ്ടുകാലങ്ങളിൽ പ്രാർത്ഥിച്ച് വിഷയങ്ങൾക്ക് മറുപടി നേടിയെടുത്ത ഫിലിപ്പിയ മണ്ണിലെ ദൈവസഭയിലെ ദൈവജനം ഇപ്പോൾ ആമേൻ റോമൻ പൗരത്വത്തിന്റെ മറവിൽ പലതും ആമേൻ നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ തിരുത്തിക്കൊണ്ട് പൗലോസ് പറയുകയാണ്, നമ്മുടെ പൗരത്വം ഇവിടെ അല്ല, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ജനത്തെ തിരുത്തിക്കൊണ്ട് ധന്യനായ പൗലോസ് എഴുതുന്ന ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം എന്ന് പറയുന്നത്. നാം വായിച്ച വാക്യം നമ്മളെ സ്വത്രം ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ള വളരെ ചിരപരിചിതമായ ഒരു തിരുവചന ഭാഗമാണ്. എന്താ വായിച്ചത്? ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. സ്തോത്രം. ഈ വാക്യം സഭയോടുള്ള ബന്ധത്തിൽ മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ. പുറത്തിറങ്ങി ഈ വചനം പറഞ്ഞാൽ പറയുന്നവനെ അടിക്കാൻ സാധ്യതയുണ്ട്. കാരണം അത്രമാത്രം വിചാരങ്ങൾക്കകത്താണ് എല്ലാവരും പാർക്കുന്നത്. പക്ഷെ പൗലോസ്
വിചാരപ്പെടരുത് എന്ന് പറയുന്നത് പുറത്തെ ജനത്തോടല്ല. പൗലോസ് വിചാരപ്പെടരുത് എന്ന് പറയുന്നത് ആരോടാ? ഫിലിപ്പിയ സഭയിലെ ദൈവമക്കളോടാണ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് സഭ വിചാരങ്ങൾക്ക് മുകളിൽ സഞ്ചരിക്കുന്നവരാണ്? എന്തുകൊണ്ട് സഭയ്ക്ക് വിചാരം പാടില്ല? സ്തോത്രം. ഇതാണ് രാത്രി നമ്മൾ അല്പസമയം കൊണ്ട് ചിന്തിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഈ ഉലകത്തിൽ വിചാരമില്ലാതെ ജീവിച്ച രണ്ടേ ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ആരാ? ആദമും ഹവയും. അവര് മാത്രമാണ് ഈ ഭൂമിയിൽ വിചാരരഹിതരായി കുറച്ചു കാലം ജീവിച്ചത്. കുറച്ചു കാലേ ഉള്ളൂ. ആ പാർത്ത കാലത്ത് ഇവർ അപ്പത്തെക്കുറിച്ച് വിചാരപ്പെട്ടില്ല, ഇവരെന്തുടുക്കും എന്നതിനെ കുറിച്ച് വിചാരപ്പെട്ടില്ല, ഇവരെന്ത് കഴിക്കുമെന്നതിനെ കുറിച്ചും വിചാരപ്പെട്ടില്ല. എന്താ കാര്യം? ഇവര് വാഴുവാൻ വിളിക്കപ്പെട്ടവരായിരുന്നു. ഇവർ ദൈവാന്തരീക്ഷമായ ഏദനിൽ, സ്തോത്രം, നിഷ്കന്മഷയുഗത്തിനകത്ത് പാർത്തവരായിരുന്നു. ആര്? ആദം ഹവ്വ. അങ്ങനെയെങ്കിൽ ആരാണ് വിചാരങ്ങൾക്ക് അതീതരായി ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ വാഴുവാൻ വിളിക്കപ്പെട്ടവരാണ് വിചാരങ്ങൾക്ക് മുകളിൽ സഞ്ചരിക്കുന്നത്. നമുക്കറിയാം, ഈ പാപം ചെയ്ത് ഈ ആദം ഹവ്വയും ഒക്കെ ആമേൻ ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ഏദനിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുന്ന ആദമിന്റെ നെറ്റിയിലേക്ക് നിങ്ങൾ നോക്കിയേ. ഈ മനുഷ്യൻ വിയർപ്പ് തുടച്ചു കളയുകയാ. എന്താ കാര്യം? ശാപഗ്രസ്തമായ മുള്ളും പറക്കാരയും മുളയ്ക്കുന്ന ഭൂമിയിലാണ് ഇപ്പോൾ ആര് പാർക്കുന്നത്? ആദം പാർക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ആദം വിയർപ്പ് കൊണ്ട് അപ്പം ഭുജിക്കുമെന്ന് ദൈവം പറഞ്ഞു. അന്ന് മുതൽ ആദമിന്റെ വംശപാരമ്പര്യത്തിൽപ്പെട്ട മുഴുവൻ ആളുകളും എന്തിന്റെ കീഴിലാണ്? വിചാരങ്ങൾക്കും ആകുലതകൾക്കും ആശങ്കകൾക്കും കീഴിലാണ്. ഇങ്ങനെ മുന്നോട്ട് പോയി. സ്തോത്രം. ഇനി വിചാരപ്പെടാതെ ജീവിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കണമെങ്കിൽ വാഴുന്ന വേറൊരു കൂട്ടം ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടണം. മനസ്സിലാവുന്നുണ്ടോ? വാഴുവാൻ വിളിക്കപ്പെട്ടവർ വിചാരങ്ങൾക്ക് മുകളിൽ സഞ്ചരിച്ചു. പക്ഷേ അവർ വീണ് കഴിഞ്ഞപ്പോ വിചാരങ്ങൾ ഇവരെ കീഴ്പ്പെടുത്തി. ആമേൻ. എന്നാൽ സ്തോത്രം, ഫിലിപ്പിയ സഭയോട് പൗലോസ് വിചാരപ്പെടരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളിപ്പോൾ ആരാണ്? നിങ്ങളിപ്പോ ആരാ? വാഴുന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സഭയോടുള്ള ബന്ധത്തിൽ മാത്രമാണ് ഈ വചനം ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. കാരണം സഭ ആരാണ്? സഭ ആരാ? വാഴുന്നവരുടെ കൂട്ടമാണ് ദൈവസഭ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സഭ വിചാരപ്പെടരുത് എന്ന് പറയാനുള്ള കാര്യം? സ്തോത്രം. കാരണം സഭ ഇപ്പോൾ ഒരാത്മീക ദൈവരാജ്യത്തിന്റെ ഭൂമിയിലെ പതിപ്പാണ് ദൈവസഭ എന്ന് പറയുന്നത്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അപ്പൊ ദൈവരാജ്യം ഭക്ഷണത്തെക്കുറിച്ച് പാനീയത്തെക്കുറിച്ച് വിചാരപ്പെടാത്ത ഒരിടമാണെന്ത്? ദൈവരാജ്യം എന്ന് പറയുന്നത്. ഈ ദൈവരാജ്യം അതിന്റെ ആത്മീകമായ പതിപ്പാണ് ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട ദൈവസഭ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് സഭ വിചാരങ്ങൾക്ക് മുകളിൽ സഞ്ചരിക്കുന്നവരാണ്? കാരണം സഭ ബന്ധപ്പെട്ടിരിക്കുന്നത് സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറവുമായിട്ടാണ്. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 22, 23, 24 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവ് ഏതാ? ഈ എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവ്. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ പിതാവായ ദൈവം. പിതാവായ ദൈവം എന്തിനെ കൊണ്ടാണ്
ഈ ഭൂമിയെ നിറച്ചത് പുത്രനായ ക്രിസ്തുവിനെ കുറിച്ച് ആമേൻ നിറയ്ക്കുവാൻ ഉപയോഗിച്ച നിറവാണ് ആര്? കർത്താവായ യേശു ക്രിസ്തു. ഈ നിറവിനെ ആർക്ക് കൊടുത്തു? ഈ നിറവിനെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുത്തു. അപ്പൊ ഇപ്പോ ഈ ശരീരമാകുന്ന സഭയ്ക്ക് മുകളിൽ ഇരിക്കുന്ന ശിരസ് എന്താ? സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറവ്. പിടികിട്ടുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഈ ശരീരം ആമേൻ ശിരസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കൊലോസി ലേഖനം 2:19 ആമേൻ തലയായവരിൽ നല്ലല്ലോ സന്ധികളാലും നരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ തലയിൽ നിന്നാണ് ശരീരത്തിലേക്ക് എന്ത് വ്യാപരിക്കുന്നത്? ചൈതന്യം വ്യാപിക്കുന്നത്. ഈ തലയിൽ നിന്നാണ് ശരീരത്തിലേക്ക് നിറവ് വ്യാപരിക്കുന്നത്. ഈ തലയിൽ നിന്നാണ് ശരീരത്തിലേക്ക് വേണ്ടുന്നതെല്ലാം വ്യാപരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ശരീരത്തോട് പൗലോസ് പറയുന്നു, നിങ്ങൾ വിചാരപ്പെടരുത്. എന്തുകൊണ്ട്? ഈ ശരീരം ഒരു നിറവുമായി കണക്ട് ആയിരിക്കുന്നു. ഈ ശരീരം സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. പിടികിട്ടുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ രാത്രി നിന്റെ തോളിന്റെ മുകളിലിരിക്കുന്ന ശിരസ് ഏതാ? സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറവ്. ആമേൻ. എല്ലാറ്റിനുമുള്ള പരിഹാരം എന്തിനകത്തുണ്ട്? ഈ ശിരസിനകത്തുണ്ട്. നിന്റെ രോഗസൗഖ്യം ഈ നിറവിനകത്തുണ്ട്. നിന്റെ തലമുറകളുടെ വിഷയം ഈ നിറവിനകത്തുണ്ട്. നിന്റെ ഭൗതിക വിഷയത്തിന്റെ പരിഹാരം ഈ നിറവിനകത്തുണ്ട്. സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറവുമായി സഭ ബന്ധപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. പ്രിയരെ, ഈ രാത്രി ശരീരത്തിന്റെ ബന്ധം ഏതുമായിട്ടാണെന്ന് ഞാൻ നിങ്ങളും തിരിച്ചറിയണം. ശരീരത്തിന്റെ ബന്ധം ഏതുമായിട്ടാണ്? സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറവുമായിട്ട് സഭ ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ രാത്രി ആമൻ അധരം തുറന്നു പറ, ആമൻ ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നത് സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറവുമായിട്ടാണ്. ഈ നിറവുമായി ബന്ധമുള്ള ദൈവസഭയെ നോക്കി പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഒന്നിനെ കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്. എന്തുകൊണ്ട്? സ്തോത്രം. വിചാരങ്ങൾക്ക് മുകളിൽ ജീവിക്കാൻ കഴിയുന്ന വിധത്തിൽ നിങ്ങൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിങ്ങൾ സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ അർത്ഥത്തിലാണ് പൗലോസ് സഭയെ നോക്കി വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. കാരണം സഭ ആരാണ്? സഭ വാഴുവാൻ വിളിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. സഭ ആരാണ്? സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറവ് ശിരസായിട്ടിരിക്കുന്നവനാണ്. സഭ ആരാണ്? യേശു ക്രിസ്തു എന്ന ശിരസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ശരീരമാണ്. അതുകൊണ്ട് ഈ രാത്രി പ്രിയരെ, ആമേൻ, ഏതു വിധത്തിലുള്ള പ്രതിസന്ധികൾ നിങ്ങൾ ഈ രാത്രി അനുഭവിക്കുന്നെങ്കിലും അതിനുള്ള പരിഹാരം നിറവായ ക്രിസ്തുവിലുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? ഏതു വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നിറവായിരിക്കുന്ന ക്രിസ്തുവിലുണ്ടെന്ന് ഈ രാത്രി തിരിച്ചറിയണം. ആ വാക്യം ഒന്നുകൂടെ വായിക്കാമോ? സ്തോത്രം. വായിച്ച വാക്യം, സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് ആരെ കൊടുത്തു? സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറവിനെ കൊടുത്തു. ഈ രാത്രി പറയാൻ പ്രിയരെ, ഞാനും നിങ്ങളും
യേശു ക്രിസ്തു എന്ന ശിരസുമായി ബന്ധപ്പെട്ട ശരീരമാണെങ്കിൽ നമ്മിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു ക്രിസ്തുവിന്റെ നിറവുണ്ട് എന്ന് ഈ പകല് തിരിച്ചറിയണം. എന്താണ് നമ്മിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന യേശു ക്രിസ്തുവിന്റെ നിറവ്? രാവിലെ നമ്മൾ ചിന്തിച്ചു യേശു ക്രിസ്തുവിന്റെ ജീവൻ. ഈ രാത്രി നമ്മൾ ചിന്തിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ നിറവ്. ഹല്ലേലൂയ. പ്രിയരെ, നമ്മള് ഒരു സ്തോത്രം ഹോസ്പിറ്റലിൽ ചെന്നാൽ അവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ഡോക്ടർമാരെ കാണണം. ENT വേറെ, ഓർത്തോയുടെ വേറെ, ന്യൂറോ വേറെ, ഇങ്ങനെ ഓരോ അസുഖത്തിനും ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. എന്നാൽ സ്തോത്രം യേശു ക്രിസ്തു എന്ന നിറവ് നമ്മുടെ സകല പ്രതിസന്ധികൾക്കുമുള്ള ഒരേ ഒരു ഉത്തരമാണ്. യേശു ക്രിസ്തു എന്ന നിറവ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണെന്ന് ഈ രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം. ഒന്ന് ആത്മാവിൽ ശക്തിയോടെ പറഞ്ഞേ, എന്റെ ശിരസ് സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറവാണ്. എന്റെ ശിരസ് സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറവാണ്. നമുക്കറിയാം ഈ പഴയ നിയമത്തിൽ ദൈവത്തിന്റെ വാഴ്ച നടത്തിയ ഒരു പ്രവാചകനുണ്ട്. ഏതാണ്ട് നീണ്ട കാലഘട്ടം ഗിലെയാദിലെ തിഷ്ബയിൽ ദൈവസന്നിധാനത്തിൽ മറഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചൊടുവിൽ ആഹാബിന്റെ കൊട്ടാരത്തിലെ കനത്ത കരിങ്കൽ ഭിത്തികളെ ഇളക്കും വിധത്തിൽ ദൂത് പറയാൻ ദൈവത്താൽ നിയോഗിതനായ ഒരു പ്രവാചകൻ. ഈ മനുഷ്യൻ ആഹാബിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് ദൂത് പറഞ്ഞു, നീ ചക്രവർത്തിയൊക്കെയാ, പക്ഷേ ഇനി മഴ പെയ്യണമെങ്കിൽ ആര് പറയണം? ഞാൻ പറയണം. എന്താ കാര്യം? ഞാൻ ആരാണ്? ഞാൻ വാഴുന്നവനാണ്. സ്തോത്രം. ഞാൻ ദൈവത്തിന്റെ പ്രവാചകനാണ്. ഈ പ്രവാചകൻ പ്രവചനമൊക്കെ പറഞ്ഞിട്ട് അടുത്ത മണിക്കൂറുകളിൽ എന്താ സംഭവിച്ചത്? കനത്ത ക്ഷാമത്തിനകത്ത് ഏലിയാ പ്രവാചകൻ അകപ്പെട്ടു. ഇസ്രായേലിൽ മുഴുവൻ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു ക്ഷാമം. പക്ഷികൾ, മൃഗങ്ങൾ ഇവയൊക്കെ ചാകുന്നു. വൃക്ഷലതാദികൾ കരിഞ്ഞുണങ്ങുന്നു. ആരെയും ക്ഷാമം ബാധിച്ചു? പ്രവചിച്ച പ്രവാചകനെയും ക്ഷാമം ബാധിച്ചു. പ്രവാചകനാണെന്ന് കരുതി ക്ഷാമം ഒന്നും ഒഴിഞ്ഞു പോകത്തില്ല. നിന്നെ ദൈവം ഉപയോഗിക്കുമെന്നേ ഉള്ളൂ. പൊതുവായ പ്രശ്നമൊക്കെ എല്ലാവർക്കും ഉണ്ട്. സ്തോത്രം. പക്ഷേ ഈ കെരീത്തിന്റെ കരയിലിരിക്കുന്ന ഏലിയാവിനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്ക്. ഈ മനുഷ്യൻ ഒരിക്കൽ പോലും എനിക്ക് അപ്പം തരണേ, എനിക്ക് വെള്ളം തരണേ, എനിക്ക് എന്നെ കരുതണേ എന്നൊന്നും കരയുന്നതുമില്ല, പ്രാർത്ഥിക്കുന്നതുമില്ല. എന്താ കാര്യം എന്നറിയാമോ? സ്തോത്രം. ദൈവത്തിന്റെ വിളിക്കപ്പെട്ട പ്രവാചകൻ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷക്തൻ തന്റെ ദൈനംദിനമായ ജീവിതത്തിന്റെ ആവശ്യമെന്ന വിചാരങ്ങൾക്ക് മുകളിൽ സഞ്ചരിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഏലിയാവ് ഒരിക്കൽ പോലും അപ്പത്തിനായി കരഞ്ഞില്ല. ഏലിയാവ് ഒരിക്കൽ പോലും വെള്ളത്തിനായി കരഞ്ഞില്ല. സമയാകുമ്പോ കാക്ക അപ്പോ ഇറച്ചിയായിട്ട് ആരുടെ അടുക്കൽ വരും? ഏലിയാവിന്റെ അടുക്കൽ വരും. സ്തോത്രം. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോ ഒരു ദിവസം തോടും വറ്റി. ഇതോടുകൂടെ കരുതൽ നിന്നോ? ഇല്ല. സ്തോത്രം. തോട് വറ്റിയാൽ, കാക്കയുടെ വരവ് നിലച്ചാൽ, ദൈവത്തിനു വേണ്ടി നിന്ന പ്രവാചകന് മറ്റൊരു സരഫത്തിനെ ദൈവം ഒരുക്കും. അവിടുത്തെ വരവ് നിലച്ചാൽ, അവിടുത്തെ സോഴ്സ് നിലച്ചാൽ, ദൈവം മൂന്നാം ഘട്ടത്തിൽ ഏലിയാവിന് വേണ്ടി ഒരുക്കിയത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ദൂതനെ അയച്ച് അവന് അപ്പവും വെള്ളവും കൊടുക്കുന്നു. ഒരു ഘട്ടത്തിൽ കാക്ക, മറ്റൊരു ഘട്ടത്തിൽ വിധവ, മൂന്നാം ഘട്ടത്തിൽ ദൈവത്തിന്റെ ദൂതൻ. എന്താ ഈ പറഞ്ഞു വരുന്നതെന്നറിയാമോ? നീ വിശ്വസ്തതയോടും പരമാർത്ഥതയോടും നിന്നാ മതി. നിന്റെ വിചാരങ്ങളെ മുഴുവൻ ഏറ്റെടുക്കുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി കരുതുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട്
ഏതെങ്കിലും വിഷയത്തിനൊക്കെ അകത്ത് നിരാശപ്പെട്ട് ഭാരപ്പെട്ട് ഈ രാത്രി ആയിരിക്കുന്നെങ്കിൽ ദൈവാത്മാവിൽ ഞാൻ പറയാം, നിനക്ക് വേണ്ടിയിട്ടുള്ള കരുതലുകൾക്കായി ദൈവം ചിലതിനെയൊക്കെ നീ ജനിക്കുന്നതിന് മുമ്പേ, നാം പുറപ്പെട്ടു വരുന്നതിന് മുമ്പേ, നാം ഈ ഭൂമിയിൽ ഉദയം ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടിയിട്ടുള്ള ചില കരുതലുകളെ ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. തോട് വറ്റുന്നത് കണ്ടെന്നും നിങ്ങൾ ഭാരപ്പെടണ്ട. കാക്ക വരാത്തത് കൊണ്ടൊന്നും നിങ്ങൾ ഭാരപ്പെടണ്ട. വിധവ ഒഴിഞ്ഞു പോയാൽ നിങ്ങൾ ഭാരപ്പെടണ്ട. ഒടുവിൽ ദൂതനെ ദൈവം അയക്കുമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോ ആമേൻ. ഈ ഫിലിപ്പിയ സഭയോട് ദൈവം പൗലോസിലൂടെ സംസാരിക്കുന്നു, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഹല്ലേലൂയ. ഇതിനെ അല്പം കൂടെ നമ്മുടെ കർത്താവായ യേശു ഒന്ന് വിശദീകരിച്ചു. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം ഒന്ന് വായിക്കാമോ? ലൂക്കോസ് 12:22. അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ആകയാൽ എന്ത് തിന്നുമെന്ന്. ഈ വാക്യത്തിന്റെ മുകളിൽ 12:1 മുതൽ നിങ്ങൾ വായിച്ചു വന്നാൽ യേശു സംസാരിക്കുന്നത് പുരുഷാരത്തോടാണ്. പുരുഷാരത്തോട് സംസാരിച്ചു വന്നിട്ട് 12:22 വിചാരപ്പെടരുത് എന്ന വിഷയം പറയാൻ വന്നപ്പോ പുരുഷന്മാരിൽ പുരുഷാരത്തിൽ നിന്ന് ആരിലേക്ക് തിരിഞ്ഞു? ശിഷ്യരിലേക്ക് തിരിഞ്ഞു. അതാണ് ഞാൻ ആദ്യം ഓർപ്പിച്ചത്. ഇത് ആർക്കു മാത്രം ആപ്ലിക്കബിളാ? ശിഷ്യന്മാർക്കും സഭയ്ക്കും മാത്രമേ ഇത് ആപ്ലിക്കബിൾ ഉള്ളൂ. തിരിഞ്ഞു വായിക്കാം. ആകയാൽ എന്ത് തിന്നുമെന്ന്, ആകയാൽ എന്ത് തിന്നുമെന്ന്, എന്ത് തിന്നുമെന്ന് ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആഹാരത്തെക്കാൾ ജീവനും ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. യേശു പറയാ, ആഹാരം നമുക്ക് ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് കിട്ടും, ജീവൻ അവിടുന്ന് കിട്ടുമോ? ഇല്ല. ഉടുപ്പ് ഇവിടുത്തെ തയ്യക്കാരൻ തയ്ച്ചു തരും, ശരീരം തരുവോ? ഇല്ല. എന്നിട്ട് യേശു പറയുക, ആമേൻ, ജീവൻ ആമേൻ ഞാൻ തന്നെങ്കിൽ, ശരീരം ഞാൻ തന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ഞാൻ കരുതാതിരിക്കുമോ? പിടിയിട്ടുന്നുണ്ടോ? ആമേൻ. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ എന്ന് പറഞ്ഞാൽ, ആമേൻ, സ്തോത്രം, നിങ്ങൾക്ക് ആഹാര ഉടുപ്പും ഒക്കെ തരാൻ കഴിയുന്ന ഒത്തിരി പേര് ഇവിടെ കാണും. പക്ഷേ ജീവനും ശരീരവും തരാൻ കഴിയുന്ന ഒരാളും ഇവിടെ ഇല്ല. അതാരാ തന്നത്? അത് സ്വർഗത്തിലെ ദൈവമാണ് തന്നത്. എന്നിട്ട് യേശു അടുത്തത് പറയുക, കാക്കയെ നോക്കുവിൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിന് പാണ്ഡികശാലയും കളപ്പുരയും ഇല്ല, എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. ഇത് കണ്ടോ? കാക്കയെ നോക്കുവിൻ, അതിന് പാണ്ഡികശാലയില്ല, നമുക്ക് പാണ്ഡികശാല ഉണ്ട്, അതുകൊണ്ട് നോക്കാനല്ല പറഞ്ഞത്. കാക്കയ്ക്ക് 1/2 സെന്റ് ഭൂമിയില്ല, എനിക്ക് 5 ഏക്കർ സ്ഥലമുണ്ട്, അതുകൊണ്ടല്ല. കാക്കയെ നോക്കുവിൻ എന്ന് പറഞ്ഞാൽ കാക്കയ്ക്ക് ആമേൻ ആഹാരം കൊണ്ടും ഉടുപ്പ് കൊണ്ടും തൃപ്തിപ്പെടുന്ന ജീവനും ശരീരവും മാത്രമേ ആർക്കുള്ളൂ? കാക്കയ്ക്കുള്ളൂ. പക്ഷേ നമുക്ക് എന്തുണ്ട്? നമുക്ക് ശരീരവും ജീവനും മാത്രമല്ല, ദൈവത്തോട് ഇടപെടുന്ന ഒരാത്മാവും കൂടെ നമ്മുടെ അകത്ത് ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് പറയുക, ജീവനും ശരീരവും മാത്രമുള്ള കാക്ക ഒന്നിനെ കുറിച്ചും വിചാരപ്പെടുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, ജീവനും ശരീരവും ആത്മാവും ലഭിച്ച നാം എത്രയധികം കാക്കയേക്കാൾ ആമേൻ അധികം വിചാരങ്ങൾക്ക് മുകളിൽ സഞ്ചരിക്കുന്നവരാണ്. സ്തോത്രം. ഹല്ലേലൂയ. 139-ാം സങ്കീർത്തനത്തിൽ അതിന്റെ ആമേൻ 13 മുതലുള്ള വാക്യെല്ലാം തോന്നുന്നു. ആമേൻ. സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു ഭാഗമുണ്ട്, നമ്മുടെ സൃഷ്ടിപ്പ് സംബന്ധിച്ച്, നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു, ഭയങ്കര മനുഷ്യരുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവർത്തികൾ അത്ഭുതകരമാകുന്നു, അവ എന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ
അതോ ഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോ നിന്റെ കണ്ണെന്നെ കണ്ടു. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരുന്നു. അടുത്ത പറയുക, ദൈവമേ നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ, അവയുടെ ആകത്തുകയും എത്ര വലിയത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് വേണ്ടി വിചാരപ്പെടാൻ ആരുണ്ട്? നമ്മെ സൃഷ്ടിച്ച ഒരു സർവശക്തനായ ദൈവം ഉണ്ടെന്ന്. ഈ പകലിൽ ഏതെങ്കിലുമൊക്കെ വിചാരങ്ങൾക്കകത്ത് ബന്ധിക്കപ്പെട്ടവരായി, വിചാരങ്ങളുടെ തടവറക്കകത്ത് ആരെങ്കിലുമൊക്കെ അകപ്പെട്ടിരിക്കുന്നെങ്കിൽ ദൈവാത്മാവിൽ ഈ രാത്രി ഞാൻ പറയാം, നിങ്ങൾ വിചാരങ്ങളെ ജയിക്കുന്ന സഭയുടെ ഭാഗമാണ്. സകലത്തെയും നിറയ്ക്കുന്ന നിറവിന്റെ ഭാഗമാണ്. യേശു കർത്താവെന്ന ശിരസിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങൾ വിചാരപ്പെടരുത്. ഈ നമ്മളൊരാളോട് തന്നെ വിചാരപ്പെടരുതെന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു ആശ്വാസവാക്ക് മാത്രമാണ്. സ്തോത്രം. അവര് വിചാരപ്പെടുന്ന പ്രശ്നത്തെ പരിഹരിക്കാനൊന്നും നമ്മുടെ വാക്കുകൾ കൊണ്ട് സാധ്യമല്ല. പക്ഷേ യേശു കർത്താവ് വിചാരപ്പെടരുതെന്ന് പറഞ്ഞാൽ നാം ഏതു മേഖലയിലാണോ വിചാരം അനുഭവിക്കുന്നത് ആ പ്രതിസന്ധിയെ തൊട്ടു പരിഹരിക്കാൻ ആർക്ക് കരുത്തുണ്ട്? യേശുവിന് കരുത്തുണ്ട്. അതുകൊണ്ട് യേശു വിചാരപ്പെടണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നാം വിചാരം അനുഭവിക്കുന്ന പ്രതിസന്ധിയെ തൊടാൻ കരുത്തുള്ളവനാണ്. നിങ്ങൾ ശ്രദ്ധിക്കേ, ആമേൻ. ഭർത്താവ് മരണപ്പെട്ടു പോയ ഒരു സ്ത്രീ, അവൾക്ക് അവശേഷിച്ച ഏക മകൻ, ആ മകനും മരണപ്പെട്ടു. മകന്റെ ശരീരം മഞ്ചലിൽ കിടത്തിക്കൊണ്ട് ആമേൻ നയീൻ എന്ന് പറയുന്ന പട്ടണത്തിന്റെ വാതിൽക്കലൂടെ ഈ സ്തോത്രം വിലാപയാത്ര കടന്നു വരികയാണ്. ഒത്തിരി പേർ ഈ സ്ത്രീയോട് പറയുന്നുണ്ട്, നീ കരയണ്ട, വിചാരപ്പെടണ്ട, കരഞ്ഞാൽ വല്ലതും നടക്കുവോ, വിചാരപ്പെടണ്ട എന്ന് പറയുമ്പോ സ്തോത്രം കരയുന്നവ ഈ സ്ത്രീയുടെ അടുക്കൽ ചെന്ന് ചാർച്ചക്കാരും ബന്ധുക്കളും മിത്രങ്ങളും എല്ലാം വിചാരപ്പെടണ്ട എന്ന് പറയുമ്പോ അത് കേവലം ആശ്വാസവാക്കു മാത്രമാണ്. ഇവരുടെ പ്രശ്നത്തെ പരിഹരിക്കാൻ, ഇവരുടെ മഞ്ചലിൽ കിടക്കുന്ന മകനെ എഴുന്നേൽപ്പിക്കാൻ ഇവരുടെ വാക്കുകൾക്ക് കഴിയാതിരിക്കുമ്പോ ആമേൻ സ്തോത്രം കഫർനഹൂമിൽ നിന്ന് ഒരുത്തൻ നയീന്റെ പട്ടണവാതിൽക്കലേക്ക് നടന്നു വന്നിട്ട് മഞ്ചലിൽ തൊട്ടിട്ട് ഈ സ്ത്രീയോട് പറയുന്നു, കരയണ്ട, ഹല്ലേലൂയ, കരയണ്ട എന്ന് പറഞ്ഞാൽ അതൊരു ആശ്വാസവാക്കല്ല, കരയിപ്പിക്കുന്നതിനെ തൊടാൻ വന്നവനാണിവൻ. ഹല്ലേലൂയ. മഞ്ചലിൽ കിടക്കുന്നതിനെ എഴുന്നേൽപ്പിക്കാൻ വന്ന കർത്താവ് ഈ സ്ത്രീയോട് പറഞ്ഞു, കരയണ്ട. ഹല്ലേലൂയ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, യേശു കർത്താവ് വിചാരപ്പെടണ്ട എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞതാ. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാസനായ പൗലോസിലൂടെ വിചാരപ്പെടരുതെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞതാണ്. കാരണം വിചാരപ്പെടുന്നതിനെ പരിഹരിക്കാൻ കരുത്തുള്ളവനാണ് ആര്? ആമേൻ. ഈ ദൂത് കൈമാറിയ ദൈവത്തിന്റെ ആത്മാവും ദൈവവും എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ആമേൻ വിചാരപ്പെടരുതെന്ന് പൗലോസ് പറഞ്ഞു? ചില പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. നമ്മൾ വായിച്ച വാക്യത്തിന്റെ മുകളിലത്തെ വാക്യം ഒന്ന് വായിച്ചേ, 5-ാം വാക്യം. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഇത് പറഞ്ഞിട്ടാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത് എന്ത്? ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എന്നാൽ എന്താ അതിന്റെ അർത്ഥം? ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പറഞ്ഞതിന്റെ ഒന്നാമത്തെ കാരണം നമ്മുടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. യേശു വരുവാൻ അടുത്തിരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യരുത്? വിചാരപ്പെടരുത്. പ്രിയരെ, നമുക്കിവിടെ ഞാൻ രാവിലെ ഓർപ്പിച്ചതുപോലെ നമുക്കിവിടെ എന്തെല്ലാം കിട്ടിയാലും, ഏതെല്ലാം ഉയർച്ചകൾ കിട്ടിയാലും, ഏതെല്ലാം സൗഭാഗ്യങ്ങൾ കിട്ടിയാലും, എത്ര അനുഗ്രഹങ്ങൾ കിട്ടിയാലും അവയെല്ലാം ആമേൻ നമ്മുടെ കണ്ണടയുന്നതോടുകൂടെ, യേശുവിന്റെ വരവോടുകൂടെ അതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചു പോകേണ്ടി വരും. പക്ഷേ ആമേൻ ആത്യന്തികമായി നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്ന
ഒരു സുദിനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ മാത്രമാണ്. നിങ്ങൾക്ക് ലഭിച്ച രോഗസൗഖ്യം നല്ലതാ, പക്ഷേ വീണ്ടും രോഗം വരില്ല എന്നതിന്റെ തെളിവല്ലിത്. നിങ്ങൾ ലാസറിനെ ശ്രദ്ധിക്ക്. കർത്താവ് ഉയർപ്പിച്ചതാണ്, പക്ഷേ ലാസർ പിന്നെയും മരിച്ചു. നമുക്ക് രോഗസൗഖ്യം യേശു തരും, സംശയമൊന്നുമില്ല, നമ്മളെല്ലാം അനുഭവിക്കുന്നവരാ. പക്ഷെ ഈ ഭൂമിയിൽ പാർക്കുന്ന കാലത്ത് വീണ്ടും നമുക്ക് രോഗം വരും. സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിക്കും. അതിന്റെ അർത്ഥം എന്നേക്കുമായി ഒരു ബാധ്യതയും വരത്തില്ലെന്നാണോ? അല്ല, ഇത് കഴിയുമ്പോൾ മറ്റൊരു പ്രശ്നം വരും. എന്ന് പറഞ്ഞാൽ ഈ വീണ്ടെടുക്കപ്പെടാത്ത ശരീരത്തോടുകൂടെ നാം ഈ ഭൂമിയിൽ പാർക്കുന്ന കാലമത്രയും പ്രതിസന്ധികളും കഷ്ടതകളും വേദനകളും ആവർത്തിക്കപ്പെടും. എന്നാൽ എല്ലാ പ്രതിസന്ധികൾക്കും ആത്യന്തികമായി ഉത്തരം ലഭിക്കുന്ന ഒരു സുദിനമുണ്ട്. ഏതാണ് ആ സുദിനം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ ദിവസമാണ്. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത് വിചാരപ്പെടരുതെന്ന് പറയാൻ കാര്യം, നമ്മുടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഞാൻ രാവിലെ ഓർപ്പിച്ചു, ആമേൻ, മാളിക മുറിക്കകത്ത് കരഞ്ഞ് കലങ്ങിയിരിക്കുന്ന ഒരുപറ്റം ശിഷ്യന്മാർ അവരുടെ അടുക്കലേക്ക് ചെന്നിട്ട് യോഹന്നാൻ 14 വിടവാങ്ങൽ സന്ദേശം നടത്തുമ്പോ യേശു പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അതിന്റെ അർത്ഥം ഇവരിപ്പം മുഴുവൻ കലക്കത്തിനകത്തിരിക്കുക, മുഴുവൻ ഹൃദയം തകർന്നിരിക്കുക. ഇവരോട് യേശു എന്താ പറഞ്ഞത്? ഒരു മുഖസ്തുതിയുടെ ചക്കരവാക്കും പറഞ്ഞില്ല. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു വിടവാങ്ങൽ സന്ദേശം, ആമേൻ, ശിഷ്യന്മാരും ഒരുമിച്ച് ഏറ്റവും ഒടുവിലത്തെ ഒരു വിടവാങ്ങൽ സന്ദേശം നടക്കുമ്പോൾ ദുഃഖിച്ചിരിക്കുന്ന ശിഷ്യന്മാരോട് എന്തെങ്കിലുമൊക്കെ പറയും. ആമേൻ, കൊടുക്കാൻ കഴിയത്തില്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ മോഹന വാഗ്ദാനങ്ങൾ നമ്മൾ അവർക്ക് നൽകി കൊടുക്കും. പക്ഷെ യേശുവിനെ ശ്രദ്ധിക്ക്. ആ അവസരത്തിൽ യേശു എന്താ പറഞ്ഞത്? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. മനം കലങ്ങിയിരിക്കുന്ന ശിഷ്യന്മാരോടും യേശുവിന് പറയാൻ ഒന്നേ ഉള്ളൂ, ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? കഷ്ടമുണ്ട്. പക്ഷേ ആമേൻ, ഈ കഷ്ടതകളെല്ലാം തീരുന്ന ഒരു സുദിനമുണ്ട്. ഏതാണ് ആ സുദിനം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ ദിവസമാണ്. ആമേൻ, നമ്മുടെ വിചാരങ്ങൾ മുഴുവനായി കെട്ടടങ്ങുന്ന ഒരു ദിവസമുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ ദിവസമാണ്. നമ്മുടെ ആകുലതകൾ മുഴുവൻ ഈ ഭൂമിയിൽ ഇല്ലാതായി തീരുന്ന ഒരു ദിവസമുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ ദിവസമാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് വിചാരപ്പെടരുത്? യേശു വരുവാൻ അടുത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ വിചാരപ്പെടരുത്. 2, എന്തുകൊണ്ട് വിചാരപ്പെടരുത്? നാം വായിച്ച വാക്യത്തിന്റെ താഴത്തെ ഭാഗം ഒന്ന് വായിക്കാമോ? എല്ലാറ്റിലും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടുകൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. 2, വിചാരപ്പെടാതിരിക്കാനുള്ള രണ്ടാമത്തെ കാരണം, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഞാൻ ഒരു അധികാരം തന്നിരിക്കുന്നു. 1, യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ പ്രതീക്ഷ വിചാരങ്ങളെ ബന്ധിക്കും. 2, പ്രാർത്ഥനയും അപേക്ഷയും സ്തോത്രവും വിചാരങ്ങളെ ബന്ധിക്കും. പ്രയർ, സപ്ലിക്കേഷൻ, താങ്ക്സ് ഗിവിംഗ്, 3 കാര്യമാണ്. എന്താ ഇത്? ആമേൻ, ഇത് 3ഉം ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടു വരുന്നതാണെങ്കിലും ഈ പ്രാർത്ഥന എന്നത് ഒരു പൊതുവായ വിഷയമാണ്. ഈ പ്രാർത്ഥന എന്ന പൊതുവായ വിഷയം അതിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടന്ന് ഒരു സ്പെസിഫിക് വിഷയത്തിൽ ഫോക്കസ് ചെയ്യുന്നതാണ് സപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, അപേക്ഷ. നമുക്കറിയാം, ഈ നമ്മൾ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഒക്കെ അപേക്ഷ കൊടുക്കാൻ പോകുമ്പോൾ നമ്മുടെ കുടുംബചരിത്രവും നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം ഒന്നും അതിനകത്ത് എഴുതാറില്ല. ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടിയിട്ടാണ് അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ ആ വിഷയം മാത്രമാണ് ഈ സപ്ലിക്കേഷൻ അകത്ത് പ്രതിപാദിക്കുന്നത്. അപ്പൊ പൗലോസ് പറയുകയാണ്, പ്രാർത്ഥനയിലേക്ക് നിങ്ങൾ കടന്ന് അടുത്തത് നിങ്ങൾ എവിടേക്ക് കടക്കണം? അപേക്ഷയിലേക്ക് കടക്കണം. നിങ്ങളുടെ വിഷയങ്ങൾ, ആമേൻ ആമേൻ, നിങ്ങളുടെ പ്രാർത്ഥനകൾ ഒരു വിഷയത്തിനകത്ത് ഫോക്കസ് ചെയ്യപ്പെടണം. പ്രാർത്ഥനയും അപേക്ഷയും കഴിഞ്ഞാൽ അടുത്തത് പറയുകയാണ് സ്തോത്രം, താങ്ക്സ് ഗിവിംഗ്. ഹല്ലേലൂയ. നമുക്കറിയാം,
നമ്മൾ എപ്പോഴാണ് ഒരാളോട് താങ്ക്സ് പറയുന്നത്? ഏതെങ്കിലും ഒരു വിഷയം നടന്നതിന് ശേഷമല്ലേ? നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്കൊരു കാറിൽ ഒരാളൊരു ലിഫ്റ്റ് തന്നു. നമ്മളിവിടെ ഇറങ്ങാൻ നേരമാണ് എന്ത് പറയുന്നത്? താങ്ക് യു എന്ന് പറയുന്നത്. എന്നാൽ അത് എന്താ അതിന്റെ അർത്ഥം? ഒരു കാര്യം നടന്നു കഴിഞ്ഞതിന് ശേഷം നാം നടത്തുന്ന പ്രസ്താവനയാണ് താങ്ക്സ് ഗിവിംഗ്. പക്ഷേ ഒരു വിഷയം നടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയാലും അപേക്ഷയാലും കർത്താവിന്റെ കൈകളിലേക്ക് വിഷയത്തെ കൈമാറി കഴിഞ്ഞ് ദൈവം ഇതിനകത്ത് പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് ലഭിച്ച ഭക്തൻ ആദ്യം തന്നെ പറയുന്നു, ആമേൻ, താങ്ക് യു ജീസസ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറയാം പ്രിയരെ, നമ്മളൊരു വിഷയം പ്രാർത്ഥിച്ച് സ്തോത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം താങ്ക് യു ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. എന്താ താങ്ക് യു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? വിഷയത്തിന്റെ മറുപടി ഇപ്പൊ കിട്ടിയിട്ടില്ല, പക്ഷേ കിട്ടുമെന്നൊരു ഉറപ്പ് ലഭിച്ചു, അതിനാ നന്ദി കൊടുത്തത്. അങ്ങനെയെങ്കിൽ നീ ആമേൻ 10 സ്തോത്രം പ്രാർത്ഥനാ മുറിയിൽ പറഞ്ഞാൽ അത് വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. ആമേൻ. കർത്താവിൽ പ്രിയരെ, ആമേൻ, ഞാൻ വേഗത്തിൽ വരികയാണ്. 1, യേശു വരുവാൻ അടുത്തിരിക്കുന്നത് കൊണ്ട് വിചാരപ്പെടരുത്. 2, പ്രാർത്ഥന എന്ന വരം നമുക്കുള്ളത് കൊണ്ട് വിചാരപ്പെടരുത്. 3, വചനത്താൽ നമ്മൾ വിചാരത്തെ ജയിക്കും. ലൂക്കോസ് 10 ആമേൻ 39 വാക്യം എന്ന് വായിക്കാമോ? ലൂക്കോസ് 10:39. ലൂക്കോസ് 10:39. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. വായിക്കാം. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്കെ വന്നു. കർത്താവേ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാനും. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ബഥാന്യയിലൂടെ സഞ്ചരിക്കുമ്പോ മാർത്ത ചെന്നിട്ട് യേശുവിനെ സ്വീകരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. ഈ മുറിക്കകത്ത് കൊണ്ട് ഇരുത്തിയിട്ട് ഈ മാർത്ത നേരെ എവിടേക്ക് പോയി? ആമേൻ, കിച്ചണിലേക്ക് പോയി. ഒത്തിരി കറിയും കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ശുശ്രൂഷയിൽ ഇവളങ്ങ് അകപ്പെട്ടു പോയി. ഒടുവിൽ ആമേൻ തിരിച്ചു വന്ന് മറിയെ കുറിച്ച് ഒരു കംപ്ലൈന്റ് പറയുകയാണ്. ഞാൻ ശുശ്രൂഷയിൽ വലഞ്ഞു പോയ നിമിത്തം നിനക്ക് വിചാരമില്ലയോ? അതിന് യേശു പറയുന്ന മറുപടിയാണ്, മറിയ നല്ല അംശം എന്റെ പാദത്തിലിരുന്ന് തിരഞ്ഞെടുത്തു. അതെന്താണ് തിരഞ്ഞെടുത്തത്? വചനത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അങ്ങനെയെങ്കിൽ ആമേൻ, ആമേൻ, അവിടെ പറയുന്നു വചനത്താൽ നമ്മൾ വിചാരത്തെ പിടിച്ചടക്കും. കൊരിന്ത്യലേഖനം 10:5, 2 കൊരിന്ത്യലേഖനം 10:5 പറയുന്നു, ആത്മാവിന്റെ ശക്തിയാൽ നാം വിചാരങ്ങളെ പിടിച്ചടക്കും. നമ്മുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ശക്തിയുള്ളത് തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളെയും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന സകല ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്താൽ പിടിച്ചടക്കി. കണ്ടോ? അപ്പം ആത്മാവ് കൊണ്ട് വിചാരത്തെ പിടിച്ചടക്കുന്നു, വചനം കൊണ്ട് വിചാരത്തെ പിടിച്ചടക്കുന്നു, പ്രാർത്ഥന കൊണ്ട് വിചാരത്തെ പിടിച്ചടക്കുന്നു, യേശുക്രിസ്തുവിന്റെ വരവിന്റെ പ്രതീക്ഷ കൊണ്ട് വിചാരത്തെ പിടിച്ചടക്കുന്നു. ഇത്രയും അധികാരം ലഭിക്കപ്പെട്ട സഭയെ നോക്കി പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. അപ്പൊ വെറുതെ പറഞ്ഞതാണോ? അല്ല. എന്തുകൊണ്ട് വിചാരപ്പെടരുത്? നാം ആരുമായി കണക്ട് ആയിരിക്കുന്നു? സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറവ്. പ്രതിസന്ധി വരുമ്പോ വിളിച്ചു പറയണം, എന്റെ ബന്ധം ഈ ഭൂമിയിലെ ആരുമായിട്ടല്ല, എന്റെ ബന്ധം സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറവ്. 10 പ്രാവശ്യം വീട്ടിനകത്ത് ഇത് വിളിച്ചു പറഞ്ഞാൽ മതി, എല്ലാ പൈശാചിക ബന്ധനങ്ങളും അഴിഞ്ഞു പോകും. സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറവ് എന്റെ ശിരസാണ്. സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറവ് എന്റെ ശിരസാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, പൗലോസ് ഫിലിപ്പിയ സഭയിലെ ദൈവമക്കളോട് പറയുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും. കണ്ടോ? എന്നാൽ ആ പദം ഒരു ബ്രിഡ്ജിംഗ് വേർഡാ. മുകളിലത്തെ വാക്യവുമായി കണക്ട് ചെയ്തിരിക്കുക. സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവിക സമാധാനം നിങ്ങൾക്ക് വേണോ? നിങ്ങൾ എന്ത് ചെയ്യണം?
ആമേൻ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കണം. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. വിശുദ്ധ വേറെ പുസ്തകം പഠിച്ചാൽ എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ട്. ഓർഡർ തെറ്റിച്ച് കർത്താവ് ഒന്നും ചെയ്യത്തില്ല. വ്യവസ്ഥ തെറ്റിച്ച് ദൈവം ഒന്നും ചെയ്യത്തില്ല. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങൾക്ക് വേണോ? ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കണം. ഈ രാത്രി പ്രിയരെ, ഏതെങ്കിലുമൊക്കെ വിചാരങ്ങൾക്കകത്ത് ഞാനും നിങ്ങളും ബന്ധിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം, വിചാരപ്പെടുന്നതിനെ ജയിക്കാൻ ഞാൻ ആരുമായി ബന്ധം ചേർന്നിരിക്കുന്നു? ശിരസായിരിക്കുന്ന നിറവായിരിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. ഈ തലയിൽ നിന്ന് സന്ധികളാലും ഞരമ്പുകളാലും ആമേൻ ചൈതന്യം പ്രാപിച്ചും ഏകീഭവിച്ചും പോരുന്നു. അങ്ങനെയെങ്കിൽ ശിരസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സഭ വിചാരങ്ങൾക്ക് മുകളിൽ സഞ്ചരിക്കുന്നവരാണ്. ഈ രാത്രി നിങ്ങളെ നോക്കി വിളിച്ചു പറ, ഞാൻ ഇനി ഒന്നിനെ കുറിച്ചും വിചാരപ്പെടില്ല. എന്താ കാരണം? ഞാൻ സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഫിലിപ്പിയർ 4:6 ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുക എത്ര വേണ്ടത്. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. രാത്രിയിലും പകലിലും ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുവാൻ ഇങ്ങനെ ഒരുക്കപ്പെട്ട അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ പിന്നിൽ ആമേൻ സ്തോത്രം എനിക്ക് അവസരം ഒരുക്കിയ ദൈവദാസന്മാരോട് ദൈവസഭയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഹൃദ്യമായി ഇടപെട്ടല്ലോ. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. ഹല്ലേലൂയ. എന്തുകൊണ്ട് വിചാരപ്പെടരുത്? അലിശുത്ര എന്തിനാൽ അലക്കി എന്നുള്ള വ്യക്തമായ ദൈവിക ആലോചന ഇന്ന് പകൽ രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് കൈമാറിയല്ലോ. ഒരു നിമിഷം ദൈവസന്നിധിയിൽ ആ വചനത്തിനു നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാമോ? കർത്താവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാമോ? ഇന്ന് രാത്രി വിചാരപ്പെടരുതെന്ന് വ്യക്തമായ ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിൻ്റെ ആഴങ്ങളിലൂടെ നമ്മോട് ഇടപെടുവാനിടയായല്ലോ. ഈ രാത്രി ഒരു നിമിഷം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ പകലും ഈ രാത്രിയിലും ആഴമായി ഐശ്വര്യമായി വചന ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. തൻ്റെ ശുശ്രൂഷകളെ ദൈവം ആദരിക്കട്ടെ. തൻ്റെ കുടുംബത്തെ ധനമായി നൽകുന്ന 2 കുഞ്ഞുങ്ങളെ ദൈവം സൂക്ഷിക്കട്ടെ. ശാരീരികമായും മാനസികമായും ആത്മീകമായും കർത്താവ് ബലപ്പെടുത്തേണ്ടതിനായി ഒരു നിമിഷം എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ട് ഇന്ന് രാത്രി തന്നെ മടക്കിയാത്ത ദൈവത്തിന്റെ കൃപ കൂടിയിരിക്കേണ്ടതിനായി അലിക്ഷേമത്തോടെ ഭവനത്തിലെത്തിച്ചേരുവാൻ തന്റെ പിതാവ് സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ കടന്നു വന്നത്. ആ വാത്സല്യ പിതാവിനെ കർത്താവ് സൗഖ്യമാക്കുവാൻ അത് വേഗം ഓടുന്ന വചനം അയച്ച് ആ വാത്സല്യ പിതാവിനെ ദൈവം സൗഖ്യമാക്കേണ്ടതിനായി ഒരു നിമിഷം നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഈ രാത്രി എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിച്ചാട്ട് നാളെ നടക്കുന്ന വിശുദ്ധ സഭാരാധനയ്ക്കായി ഒരു നിമിഷം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ട് കാലാവസ്ഥ ദൈവം നമുക്ക് അനുകൂലമാക്കി തരുവാൻ നാളെ നടക്കുന്ന കർത്താവിന്റെ വേശ അല്ല സഭാരാധന എല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവത്തിന്റെ ചിറകടിയിൽ പൊതിയപ്പെടുവാൻ ശക്തമായ ആത്മപകർച്ചയ്ക്ക് കാരണമായി മാറുവാൻ ആദ്യം മുതൽ അവസാനം വരെയും ദൈവത്തിന് വലിയ സാന്നിധ്യം നമ്മുടെ മേൽ പകരപ്പെടുവാൻ ഈ രാത്രിയിലത്തെ മടക്കിയാത്ത ദൈവം നമ്മോട് കൂടെ ഇരിപ്പാൻ നമുക്ക് എല്ലാവർക്കും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. നമ്മ വിഷയങ്ങളെല്ലാം ദൈവങ്ങളിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ഇവിടെ ദാസൻ പാസ്റ്റർ പ്രവീൺ ജോസഫ് അവറുകൾ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ദാസനെ കുറിച്ച് പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുമല്ലോ. സ്നേഹിക്കുന്ന സുവിധാന്തയമേ നല്ല രാത്രിക്കായിട്ട് നന്ദിയുടെ സ്തോത്രം ചെന്ന് സ്തുതിക്കുന്നു. വീണ്ടും രാത്രികാല ഉപവാസ പ്രാർത്ഥനയുടെ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് അടുത്ത് വരുവാനായിട്ട് അങ്ങനത്തെ ഞങ്ങൾക്ക് നൽകിയ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രികാലം ഞങ്ങൾ കേട്ടതായ ദൈവശബ്ദത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ്. സ്തോത്രം സകലത്തെ നിറയ്ക്കുന്നവൻ്റെ നിറവായ ക്രിസ്തു എന്ന ശരീരത്തിൻ്റെ ഭാഗമാണ് നാം ഓരോരുത്തന്ന് ഈ ദിവസങ്ങളിൽ നാം ഉറച്ചുകൊണ്ട് അല്ലെങ്കിൽ എല്ലാ വിചാരങ്ങളും വിട്ട് ഈ ദിവസങ്ങളിൽ ദൈവമുഖത്തേക്ക് നോക്കുവാനായിട്ട് കർത്താവിനോട് അടുത്തിരിപ്പാനായിട്ട് അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ആത്മാവിനാൽ ദൈവത്തിൻ്റെ വചനത്താൽ പ്രാർത്ഥനയെന്ന അധികാരത്താൽ സ്തോത്രം ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് അത് ഉടനെ ഉണ്ടെന്നുള്ള വലിയ പ്രത്യാശയാൽ നിറഞ്ഞുകൊണ്ട് സകല വിചാരങ്ങളെയും വിട്ട് കർത്താവ് ഈ ദിവസങ്ങളിൽ സന്തോഷിപ്പാനായിട്ട് ആത്മീയമായി സന്തോഷിപ്പാനും ബലപ്പെടുവാനായിട്ട് അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗ് ഇത്രത്തോളം അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന രാത്രികാലം ഞങ്ങളുടെ മധ്യത്തിൽ ദൈവമേ അങ്ങയുടെ വചനം ഹല്ലേലൂയ
അത് വിളമ്പിയതായ കർത്താവിൻ്റെ ദാസനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. തന്നെ മടക്കിയ യാത്രയിൽ കർത്താവ് സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ പിതാവിൻ്റെ സൗഖ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഏറിയ സൗഖ്യം ബലവും കർത്താവ് കൽപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ശുശ്രൂഷയുടെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. കുടുംബത്തെ കർത്താവ് മാനിക്കുമാറാകണമേ. ദൈവസഭയെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നാളെ അടക്കേണ്ട വിശ്വസഭായോഗത്തെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. എല്ലാ ദൈവമക്കൾക്കും കടന്നു വരുവാനായിട്ട് അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥയൊക്കെ കർത്താവ് അനുകൂലമാക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രിക്കാലം ചെറിയൊരു കൂട്ടമായിട്ട് ഞങ്ങളുടെ പാതവെടുത്തിലേക്ക് കടന്നു വന്ന എല്ലാ ദൈവജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് കർത്താവെ കഴിഞ്ഞ 3 ദിവസങ്ങളായി കേട്ടതായ എല്ലാ ദൈവത്തിൻ്റെ വചനവും ഈ ദിവസങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഇത്തോളം കർത്താവ് സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയിലെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശ്വസിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഉപവസിക്കുന്ന എല്ലാ ദൈവമക്കളോടും ഇന്ന് രാത്രിയിലും പകലും നമ്മുടെ മധ്യയിൽ അനുഗ്രഹീത വചന ശുശ്രൂഷ ചെയ്ത കർത്താവിൻ്റെ ദാസനോടും കണ്ട് കുടുംബത്തോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ 2ാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലും രാത്രിയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ശുശ്രൂഷ ചെയ്ത കർത്താവിൻ്റെ ദാസനുള്ള നന്ദി ഈ തരുണത്തിൽ സഭയുടെ പേരിൽ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ സൺഡേ സ്കൂൾ സഭാരാധന എല്ലാം കൃത്യസമയത്ത് തുടങ്ങും. എല്ലാവരും തക്ക സമയത്ത് തന്നെ എത്തിച്ചേരണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.